നമസ്കാരം. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് മുൻ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ആരോപിച്ചതോടെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ശരിക്കും വീട്ടിലായി. മനു തോമസ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ആരോപണമാണ് പാർട്ടിക്കുള്ളിൽ കത്തിപ്പടരുന്നത്. അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P ജയരാജനാണ് സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ സംരക്ഷകൻ എന്നാണ് മനു തോമസ് പറഞ്ഞത്. ഇതിൽ പ്രകോപിതനായ P ജയരാജൻ മനു തോമസിൻ്റെ തലശ്ശേരിയിലെയും തളിപ്പറമ്പിലെയും ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ച് പരാമർശിച്ചതോടെ വിവാദങ്ങൾ കത്തിപ്പടർന്നു. ഇതിന് മറുപടിയായിട്ടാണ് സ്വർണ്ണക്കടത്ത് സൈബർ കൊട്ടേഷൻ സംഘങ്ങളായ ആകാശ് തില്ലങ്കേരിയെയും അർജുൻ ആയങ്കിയെയും കാറിൽ കയറ്റിക്കൊണ്ട് നടന്ന് സംരക്ഷിച്ചതും വൻ വൃക്ഷങ്ങളായി വളർത്തിയതും P ജയരാജനാണ് എന്ന് മനു തോമസ് പറഞ്ഞത്. 2019 P ജയരാജനെ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയത് വ്യക്തിപൂജാ വിവാദം മാത്രമല്ല കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പോരാളി ഷാജി, റെഡ് ആർമി, ചെങ്കതിർ, ചെങ്കോട്ട തുടങ്ങിയ ഇടത് അനുകൂല സൈബർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് P ജയരാജൻ്റെ ഗൾഫിൽ ജോലി ചെയ്യുന്ന മകൻ ജെയിൻ രാജാണെന്നായിരുന്നു മനു തോമസിൻ്റെ ആരോപണം. ആകാശ് തില്ലങ്കരിയും അർജുനായങ്കിയും നടത്തുന്ന സ്വർണം പൊട്ടിക്കലിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നതും ജെയിൻ രാജാണെന്ന ആരോപണം P ജയരാജനെ ആരാധിക്കുന്ന പാർട്ടിയിലെ സൈബർ കൊട്ടേഷൻ സംഘങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. P ജയരാജൻ്റെ അടുത്ത അനുയായി എന്നറിയപ്പെടുന്ന യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജറിനെതിരെ മനു തോമസ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ നൽകിയ പരാതികളാണ് നടപടി എടുക്കാതെ മാറ്റിവച്ചത്. ഇതേ തുടർന്നാണ് മനു തോമസ് പാർട്ടി അംഗത്വം പുതുക്കാതെ മാറി നിന്നത്. എന്നാൽ മനു തോമസ് ഇപ്പോൾ P ജയരാജനും കുടുംബത്തിനുമെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്തുണയുമായി പാർട്ടി നേതാക്കളിൽ ചിലർ അണിയറയിൽ കളിക്കുന്നുമുണ്ട്. തെറ്റിതിരുത്തൽ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ P ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനമുയർത്തുക എന്നതാണ് ലക്ഷ്യം. 2021 ചേർന്ന പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയിലെ തലമുതിർന്ന നേതാവും ട്രേഡ് യൂണിയൻ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയുമായിരുന്ന നേതാവ് P ജയരാജനെ വിമർശിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ P ജയരാജൻ സംരക്ഷിക്കുന്നു എന്നായിരുന്നു ആരോപണം. ഇതിനെ തുടർന്ന് P ജയരാജൻ പ്രകോപിതനാവുകയും ചാടിയെഴുന്നേറ്റ് ആരോപണമുന്നയിച്ച തലമുതിർന്ന നേതാവിനെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. വാക്കേറ്റത്തിനും കയ്യാങ്കളിയുടെ വക്കത്തുമെത്തിയ ഈ സംഭവം പാർട്ടിക്കുള്ളിൽ വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇരു നേതാക്കളെയും പിടിച്ചുമാറ്റി അനുനയിപ്പിക്കുകയായിരുന്നു. ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇരു നേതാക്കളെയും ശാസിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടു തുടങ്ങിയ P ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ MV ഗോവിന്ദനുമായി അടുപ്പം സ്ഥാപിച്ച് വീണ്ടും പാർട്ടിയുടെ പ്രധാന ധാരയിലേക്ക് കടന്നുവരാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗോവിന്ദനെ നിരന്തരം വെല്ലുവിളിക്കുന്ന P ജയരാജനെതിരെ P ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്തിയത്. എന്നാൽ കണ്ണൂരിൽ P ജയരാജനെതിരെ പൂർണ്ണമായി നേതാക്കൾ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ മാത്രമേ പാർട്ടിക്കുള്ളിൽ P ജയരാജനെ പിന്തുണയ്ക്കുന്നുള്ളൂ. തെറ്റിതിരുത്തൽ നടപടിയുടെ ഭാഗമായി അതീവ ഗുരുതരമായ ആരോപണങ്ങൾക്കിരയായ P ജയരാജനെതിരെ നടപടി വേണമെന്ന ആവശ്യം പാർട്ടി ഏരിയ അവലോകന യോഗങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. വരും ദിനങ്ങളിൽ ലോക്കൽ ബ്രാഞ്ച് തലങ്ങളിലും ഇത് ശക്തമാകാനാണ് സാധ്യത. ഇതോടെ പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി സ്വയം വെട്ടുകയാണ് P ജയരാജൻ എന്നും വിലയിരുത്തപ്പെടുന്നു. ഇതിനിടെ മുൻ DYFI നേതാവ് മനു തോമസിനെതിരെ നടക്കുന്ന സൈബർ യുദ്ധത്തിൻ്റെ ഭാഗമായി പോരാളി ഷാജിയും മറ്റും രംഗത്ത് വന്നു. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മനു തോമസിനെതിരെ പോരാളി ഷാജി എത്തിയത്. മനു തോമസ് മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രതികരണത്തിനെതിരെയാണ് പോസ്റ്റ്. CPM പുറത്താക്കിയ ജില്ലാ കമ്മിറ്റി അംഗം ഛർദ്ദിക്കുന്നതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുവെന്നും ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയായി നൽകുന്നത് എന്നുമായിരുന്നു പോരാളി ഷാജിയുടെ പോസ്റ്റ്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മുൻ പ്രസിഡന്റിൻ്റെ ആരോപണങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് വന്നാൽ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല എന്നും ഷാഫി പറമ്പിലിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണം വാർത്തയാക്കിയില്ല എന്നും പോരാളി ഷാജി പറയുന്നു. പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അതേപടി പങ്കുവച്ച റെഡ് ആർമിയും രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ മനു തോമസിനെതിരെ ഭീഷണിയുമായി ഷുഹൈബ് വധക്കേസിലെ മുഖ്യപ്രതിയായ ആകാശ് തില്ലങ്കരിയും സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ അർജുൻ ആയങ്കിയും എത്തിയിരുന്നു. എന്തും പറയാൻ പറ്റില്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ട, ഓർത്താൽ നന്നായിരുന്നു എന്നാണ് ആകാശ് തില്ലങ്കരിയുടെ മുന്നറിയിപ്പ് പോസ്റ്റ്. മാധ്യമങ്ങൾക്കും ബിസിനസ് പങ്കാളികൾക്കും സംരക്ഷിക്കാൻ കഴിയില്ലെന്നും ആകാശ് തില്ലങ്കരി പോസ്റ്റിൽ പറഞ്ഞു. ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ് മനു തോമസ് എന്ന് അർജുൻ ആയങ്കി വിമർശനം ഉന്നയിച്ചിരുന്നു. മനു തോമസിനെതിരെ P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കിയും വീണ്ടും തലപൊക്കിയത്. പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ലാക്കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുത് എന്ന മുന്നറിയിപ്പുമായി റെഡ് ആർമിയും വന്നിരുന്നു. പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ P ജയരാജൻ ചർച്ച നടത്തിയെന്നും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തുൾപ്പെടെ ജയരാജൻ കച്ചവടങ്ങൾ നടത്തിയെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മനു തോമസ് പ്രതികരിച്ചത്. നേരത്തെ CPMൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പോരാളി ഷാജി അടക്കമുള്ള സമൂഹമാധ്യമ പേജുകൾക്കെതിരെ CPM നേതാവ് MV ജയരാജൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. പാർട്ടിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പണം വാങ്ങി ചിലർ കോൺഗ്രസിന് ജോലി ചെയ്യുന്നു എന്ന ആരോപണമാണ് MV ജയരാജൻ അന്ന് ഉന്നയിച്ചത്. എന്നാൽ ഇപ്പോൾ മുൻ DYFI നേതാവിൻ്റെ വെളിപ്പെടുത്തൽ
പാർട്ടിയും പി ജയരാജനും പ്രതിരോധത്തിലായപ്പോൾ ഇതേ പേജുകൾ തന്നെ പാർട്ടിക്ക് വേണ്ടി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.